അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 13-ാമത് വാക്യത്തിനുള്ളിൽ ആഴമായൊരു ചോദ്യം രേഖപ്പെടുത്തുന്നത് ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചത് ആർ എന്നുള്ള ഒരാഴമായ ചോദ്യമാണ്. ഈ ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്? ഭൂമിയുടെ നിർമ്മിതാവ് ആരാണ് എന്ന് ചോദിക്കുന്ന ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ബൈബിൾ ആഴമായി നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഓർപ്പിച്ചു പറഞ്ഞിട്ടുള്ളതായ വാക്കുകളുണ്ട്. 24-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ് എന്ന പദമാണ്. ഈ ഭൂമിയും ഭൂതലവും ഇതിൽ പാർക്കുന്ന സകലരും ദൈവത്തിൻ്റെ വകയാണ് എന്നോർപ്പിച്ചിട്ട്, സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെ നിർമ്മിച്ചത് അത്യുന്നതനായ ദൈവമാണെന്ന് വളരെ ആഴമായി ഓർമ്മപ്പെടുത്തുന്ന പദമാണ് ആ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പുരുഷനായ മോശയുടെ പ്രാർത്ഥനയിലാണ്. ഈ പദം പറയുന്നത്, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിനും മുൻപ് നീ അനാദിയായി ശാശ്വതമായും ദൈവമായിരുന്നു എന്നും, നീ നിൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യൻ, ആ മനുഷ്യൻ അധിവസിക്കേണ്ടതിന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ഭൂമി എന്ന് വിശുദ്ധ വേദപുസ്തകം ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു എന്നോർപ്പിക്കുകയാണ്. അത്യുന്നതനായ ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനും ദൈവത്തിൻ്റെ ദാസനായ മോശയും ദാവീദും അടക്കമുള്ള ആളുകളൊക്കെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ഓർത്തു വയ്ക്കേണ്ടത്, നാം അധിവസിക്കുന്ന ഭൂമിയുടെ ശില്പി, ഈ ഭൂമിയുടെ നിർമ്മിതാവ് അത്യുന്നതനായ ദൈവമാണെന്നും, ആ ഭൂമിയിൽ അധിവസിപ്പാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയിലാണ് നാം പാർക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് പാർക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഭൂമിയിലായിരിക്കുന്നു. ദൈവമാണിതിന് നിർമ്മിതാവെന്നോർത്ത് ദൈവത്തിൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടിരിക്കുന്നതെന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചോർത്ത് ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ട്
മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.